നരിവേട്ട 2003 മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി അബിൻ ജോസഫ് എഴുതി അനുരാജ് മനോഹരൻ സംവിധാനം ചെയ്ത ടോവിനോ ചിത്രം. സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ട്രെയിലർ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം തന്നെയാണ് സിനിമ സംസാരിക്കുന്നത്. വലിയ സസ്പെൻസോ അല്ലെങ്കിൽ ഹീറോയിസമോ മറ്റ് സിനിമാറ്റിക് എലമെന്റ്സ് ഒന്നും സിനിമയിൽ അധികമായി എടുത്തു പറയാനില്ല. പക്ഷേ കഥ പറയുന്ന രീതി കൊണ്ടും ഇതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ടും തീർച്ചയായും ഈ സിനിമ നമ്മളുടെ ഉള്ളിൽ ഒരു മുറിവേൽപ്പിക്കും. നിസ്സഹായരായ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായുള്ള മുറവിളികൾ എന്നും അധികാരവർഗം ഒരു ഭീകരതയുടെ പൊതിയിൽ കിട്ടി അടിച്ചമർത്തിയിട്ടേയുള്ളൂ. പെർഫോമൻസുകളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ടോവിനോ എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കരിയറിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയിൽ തന്നെയാണ്. ഇതിലെ നിസ്സഹായ അവസ്ഥയും ഇമോഷണൽ രംഗങ്ങളും വളരെ ഗ്രിപ്പോടുകൂടി വളരെ നന്നായി തന്നെ കൺവേ ചെയ്യാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സുരാജും ചേരനും അവരുടെ റോൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. പക്ഷേ അവർ ഇതിനു മുന്നേ ഇതുപോലുള്ള റോളുകൾ ചെയ്ത് പരിചയമുള്ളവരായതുകൊണ്ട് അവർക്ക് കാര്യമായി ഇതിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. പക്ഷേ ഉള്ളത് അവർ ഭംഗിയായി തന്നെ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നു. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിൽ ആദിവാസി നേതാവായി വന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ നായികയുമാണ്. എന്തെങ്കിലും നിർവാഹം ഉണ്ടെങ്കിൽ ആ നായിക്ക് ഒരു അവാർഡ് കൊടുക്കാം. കാരണം അത്രയും ഭംഗിയായും അടക്കത്തോടു കൂടിയും അഭിനയിച്ച ഒരു വ്യക്തി ആ പടത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഭംഗിയായാണ് ആ നായ ആ സീനുകളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ട്രെയിലർ മുഴുവൻ വെടിവെപ്പും കുന്തമേറും മറ്റ് വയലൻസ് രംഗങ്ങളുമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫാമിലി ഈ സിനിമയ്ക്ക് കയറാൻ മടിച്ചേക്കാം. പക്ഷേ സിനിമ മുഴുവൻ അതല്ല. അതിൽ പറയേണ്ട വിഷയങ്ങൾ മാത്രം തന്നെയാണ് സിനിമ പറഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഫാമിലിയായി പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണിത്. ഇത്തരം സിനിമകൾ വിജയിക്കുന്നതിനോടൊപ്പം ശബ്ദിക്കാനാകാത്തവരുടെ മുറവിളികളും അധികാരവർഗത്തിന്റെ ചെവിയിലെത്തട്ടെ. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അടുത്ത സിനിമയുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ദിസ് ഇസ് ആശിഷ് ബാബു സൈനിങ് ഓഫ്. താങ്ക് യു.